നിങ്ങളുടെ കയ്യിലോ കാലിലോ ഒരു മുറിവുണ്ടായാൽ എന്തു ചെയ്യും? ഈ വീട്ടിൽ തന്നെ ഒരു പരിഹാരം ഉണ്ടായാലോ? സാധാരണയുണ്ടാവുന്ന ചെറിയ മുറിവുകൾക്ക് ഒരു പരിഹാരമായ ഒരു ചെടിയെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. യു പ്ലാന്റ്സിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു മികച്ച ഔഷധ ചെടിയായ കോറൽ പ്ലാന്റ് അല്ലെങ്കിൽ കോറൽ ബുഷ് എന്ന ചെടിയെക്കുറിച്ചാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ആദ്യമായി ഈ ചെടിയെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളും വെളിച്ചം, വെള്ളം, താപനില, ഈർപ്പം, മണ്ണ്, വളം എന്നിവയെക്കുറിച്ചുള്ള വിവരങ്ങളും അതിനുശേഷം ഈ ചെടിയിലെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചുമൊക്കെ പ്രതിപാദിക്കാം. പൊതുവിവരങ്ങളിലേക്ക് കടക്കാം. ജെട്രോഫ മൾട്ടിഫിഡ എന്നതാണ് ഇതിൻ്റെ ശാസ്ത്രീയ നാമം. കോറൽ പ്ലാന്റ് സാധാരണയായി സിദ്ധവൈദ്യത്തിലും ആയുർവേദത്തിലും ധാരാളമായി ഉപയോഗിച്ചു വരുന്ന ഒരു ചെടിയാണ്. നല്ല ആകർഷകമായ ചുവന്ന പൂക്കളുള്ള ഒരു ചെടിയാണിത്. അതുകൊണ്ട് തന്നെ ഒരു അലങ്കാര ചെടിയായും വളർത്താൻ സാധിക്കുന്ന ഒരു ചെടി തന്നെയാണ്. പരിപാലിക്കാൻ എളുപ്പമുള്ളതും ഉയർന്ന പ്രതിരോധശേഷിയുള്ളതുമായ ഒരു ചെടിയാണിത്. ഇതിൻ്റെ പൂവ് പക്ഷികളെയും തേനീച്ചകളെയും പൂമ്പാറ്റകളെയും ഒക്കെ ആകർഷിക്കുന്ന ഒരു ചെടിയാണിത്. വെളിച്ചത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമുള്ള ചെടിയാണ്. നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ മികച്ച രീതിയിൽ തന്നെ വളരുന്നതായി കണ്ടുവരുന്നുണ്ട്. വെള്ളം പരിശോധിക്കുകയാണെങ്കിൽ മിതമായ രീതിയിലുള്ള വെള്ളം ആവശ്യമാണ്. എന്നാൽ മണ്ണ് ഒരുപാട് വറ്റിപ്പോകാതെ അതേസമയം കുതിർന്ന നിലയിലും ആകാൻ ശ്രദ്ധിക്കേണ്ടതാണ്. വേനൽക്കാലങ്ങളിൽ കൂടുതൽ വെള്ളം ആവശ്യമുള്ള ചെടി തന്നെയാണ്. ആവശ്യമായ താപനിലയെക്കുറിച്ച് നോക്കാം. ചൂടുള്ള കാലാവസ്ഥ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണ്. 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില ഇതിൻ്റെ വളർച്ചയ്ക്ക് അനുയോജ്യമാണ്. തണുപ്പ് കൂടുതലാവുകയാണെങ്കിൽ ഇതിൻ്റെ വളർച്ച മന്ദഗതിയിലാവുന്നതാണ്. നല്ല പോഷകസമ്പുഷ്ടമായ മണ്ണ് ഉപയോഗിക്കുന്നതാണ് ഉത്തമം. അതുകൂടാതെ തൈകൾ നടുമ്പോൾ ജൈവവളം ചേർത്ത് മണ്ണിൻ്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുന്നതും നന്നായിരിക്കും. വളപ്രയോഗം പരിശോധിക്കുകയാണെങ്കിൽ മാസത്തിലൊരിക്കൽ ഹരിതവളം അഥവാ NPK വളങ്ങൾ ചേർക്കുന്നത് നന്നായിരിക്കും. അതുകൂടാതെ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതും കൂടുതൽ ആരോഗ്യകരമായ ചെടിയുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. വരണ്ട ഇലകളും പഴയ കൊമ്പുകളും കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്ത് നൽകുന്നത് നന്നായിരിക്കും. മികച്ച രൂപത്തിൽ ഈ ചെടിയെ നിലനിർത്തുന്നതിന് ഇത്തരത്തിലുള്ള പ്രൂണിംഗ് സഹായിക്കുന്നതാണ്. കോറൽ ബുഷ് അല്ലെങ്കിൽ ജെട്രോഫ മൾട്ടിഫിഡയുടെ ഔഷധ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നല്ല ഒരു പെയിൻ റിലീഫായി ഉപയോഗിച്ചു വരുന്ന ഒരു ചെടിയാണിത്. മുറി കൊണ്ടുണ്ടാവുന്ന വേദനകൾക്കും അമിതമായ പൊള്ളലുകൾക്കും ആന്തരികമായിട്ടുള്ള വേദനകൾക്കും ഇത് സാധാരണയായി സിദ്ധവൈദ്യത്തിലും ആയുർവേദത്തിലും ഉപയോഗിച്ചു വരുന്നു. കോറൽ പ്ലാന്റിൻ്റെ നീര് അണുബാധ കുറയ്ക്കാനും മുറിവ് വേഗത്തിൽ മൂടാനും ഉപയോഗിച്ചു വരുന്നുണ്ട്. ത്വക്കിലുണ്ടാവുന്ന ചെറിയ മുറിവുകൾ, സ്കാർസ്, അണുബാധ മുതലായവയ്ക്ക് ഇലയുടെ അരിച്ച നീര് വളരെ ഉപകാരപ്രദമാണ്. കോറൽ പ്ലാന്റിലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റിസെപ്റ്റിക് ഗുണങ്ങൾ അണുബാധകൾ ചെറുക്കാൻ സഹായിക്കുന്നു. ചർമ്മരോഗങ്ങൾ, സൂചി രോഗങ്ങൾ മുതലായവ ചികിത്സിക്കാൻ ചില നാട്ടുവൈദ്യ രീതികളിലും ആദിവാസികളിലും സാധാരണയായി ഉപയോഗിച്ചു വരുന്ന ഒരു ചെടി തന്നെയാണിത്. പഴയ കാലങ്ങളിൽ ആദിവാസികൾ സാധാരണയായി മുറിവുണക്കാൻ വേണ്ടി ഉപയോഗിച്ചു വന്നിരുന്ന ഒരു ചെടിയാണിത്. എന്നാൽ ഈ ചെടി ഇപ്പോൾ വളരെ റെയർ പ്ലാന്റായി മാറിയിട്ടുണ്ട്. ചില ആഫ്രിക്കൻ, തെക്കേ അമേരിക്കൻ ദേശീയ വൈദ്യരീതികളിൽ ഇത് ജലദോഷം, വയറിളക്കം എന്നിവയ്ക്കുള്ള പ്രാകൃത ചികിത്സയായി ഉപയോഗിച്ചു വന്നിരുന്നു. ഒരു വീട്ടിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഒരു ചെടിയാണ് കോറൽ പ്ലാന്റ്. കൂടാതെ മികച്ച അലങ്കാര ചെടിയായി ഉപയോഗിക്കാവുന്ന ഒരു ചെടി കൂടിയാണിത്. കോറൽ പ്ലാന്റ് എങ്ങനെയാണ് മുറിവിന് വേണ്ടി ഉപയോഗിക്കുക എന്ന് നമുക്ക് നോക്കാം. ആദ്യമായി ഇലയുടെ തണ്ട് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ നിന്ന് പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് 2 ദിവസം മുമ്പ് ഉണ്ടായ മുറിവാണ്. ഈ മുറിവിലേക്കാണ് ഇത് ഇറ്റിച്ച് നൽകുന്നത്. സാവധാനം ഈ മുറിവിലേക്ക് ഇതിൻ്റെ നീര് ഇറ്റിച്ച് നൽകുക. ഇങ്ങനെയാണ്
കോറൽ പ്ലാന്റ് ചെടിയുടെ നീര് മുറിവിലേക്ക് ഇറ്റിച്ച് നൽകേണ്ടത്. കോറൽ പ്ലാന്റിനെ കുറിച്ചുള്ള വിവരണം നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ചെടികളെക്കുറിച്ചുള്ള കൂടുതൽ ടിപ്പുകൾക്കും ട്രിക്സുകൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചെടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഫോർ വാച്ചിങ്.